നമസ്കാരം. നമ്മളിന്ന് വളരെ സവിശേഷമായ ആഴത്തിലുള്ള ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അതെ. കശ്മീർ ശൈവതത്വ ചിന്തയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്നൊരു ഗ്രന്ഥം ശ്രീ സോമാനന്ദനാഥൻ രചിച്ച ശിവദൃഷ്ടി. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായും. കശ്മീരി ശൈവചിന്ത, പ്രത്യേകിച്ച് അതിന്റെ അദ്വൈതവാദപരമായ, അതായത് ഐഡിയലിസ്റ്റിക് മോണിസം എന്ന് പറയുന്ന ശാഖ, അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ ഒരു കൃതിയാണിത്. ഒരുപക്ഷേ ആ ശാഖയിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥമെന്ന് തന്നെ നമുക്കിതിനെ കാണാം. സോമാനന്ദനാണെങ്കിൽ ഈ ദർശനശാഖയുടെ അറിയപ്പെടുന്ന ആദ്യത്തെ ആചാര്യനും. നമ്മളിപ്പം നോക്കുന്നത് പണ്ഡിറ്റ് മധുസൂദൻ കൗൾ ശാസ്ത്രി എഡിറ്റ് ചെയ്ത് 1934 പ്രസിദ്ധീകരിച്ച പതിപ്പാണ്, അല്ലേ? അതെ. കശ്മീർ സർക്കാർ ഗ്രന്ഥപരമ്പരയുടെ ഭാഗമായിട്ട് കാശ്മീർ സീരീസ് ഓഫ് ടെക്സ്റ്റ്സ് ആൻഡ് സ്റ്റഡീസ് അന്നത്തെ മഹാരാജാവ് ഹരിസിംഗ് ജിയുടെ അനുമതിയോടെ ഇറങ്ങിയതാണ് 54ാമത്തെ പുസ്തകം. ശരിയാണ്. ഇതിൽ പ്രമുഖനായ ഉൽപ്പലദേവന്റെ വൃത്തി എന്ന വ്യാഖ്യാനം കൂടിയുണ്ട്. അത് ഇതിന്റെ ഒരു മൂല്യം കൂട്ടുന്നുണ്ട്. തീർച്ചയായും. ഉത്പലദേവന്റെ വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സോമാനന്ദന്റെ ലക്ഷ്യം തന്നെ, അതായത് ഇതൊരു വെറും മതവിശ്വാസം എന്നതിലുപരി കശ്മീർ ശൈവചിന്തയെ ഒരു സമ്പൂർണ്ണ ദാർശനിക പദ്ധതിയായിട്ട്, ഒരു ദർശനമായിട്ട്, അതെ, ഒരു ദർശനമായി മറ്റ് ഇന്ത്യൻ ദർശനങ്ങളോട്, ഇപ്പോ സാംഖ്യം, ന്യായം പോലുള്ളവയോട് കിടപിടിക്കുന്ന ഒന്നായി സ്ഥാപിക്കുക എന്നതായിരുന്നു. അത് ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തവുമാണ്. ശരിയാണ്. ആമുഖത്തിൽ പറയുന്നുണ്ട്, ദൃഷ്ടി എന്ന വാക്കിന് ദർശനം എന്ന ആ ഒരു ഗൗരവമുള്ള അർത്ഥമാണ് സോമാനന്ദൻ നൽകുന്നത് എന്ന്. അപ്പോ നമുക്ക് ഈ ഗ്രന്ഥത്തിന്റെ ആ ഒരു ദാർശനിക പ്രാധാന്യം, ഉള്ളടക്കം, രചയിതാവ്, വ്യാഖ്യാതാവ്, പിന്നെ ഇതിന്റെ ഒരു വീണ്ടെടുപ്പിന്റെ കഥയുണ്ടല്ലോ. അത് രസകരമാണ്. ഏതാണ്ട് നഷ്ടപ്പെട്ടുപോയ ഒരു ഗ്രന്ഥം തിരികെ കിട്ടിയ കഥ. അതെല്ലാം നമുക്കൊന്ന് വിശദമായി നോക്കാം. തുടങ്ങാമല്ലേ? തുടങ്ങാം. അപ്പോ ഈ ശിവദൃഷ്ടി, പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിവനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. എന്താണ് ശരിക്കും ഇതിന്റെ കാതൽ? എന്തുകൊണ്ടാണിതിങ്ങനെ കശ്മീർ ശൈവിസത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നത്? ശരിക്കു പറഞ്ഞാൽ, ഏറ്റവും ലളിതമായിട്ട് വിശദീകരിച്ചാൽ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, അതിലെ എല്ലാ ചലനങ്ങൾ, എല്ലാ അനുഭവങ്ങൾ, എല്ലാ വസ്തുക്കൾ, ഇതെല്ലാം പരമമായ യാഥാർത്ഥ്യമായ ശിവന്റെ തന്നെ പല രൂപത്തിലുള്ള ആവിഷ്കാരമാണ്. ഇതാണ് ശിവദൃഷ്ടിയുടെ കേന്ദ്ര ആശയം. ഓഹോ. ഇവിടെ ശിവൻ എന്ന് പറയുന്നത് ഒരു ദേവതാസങ്കല്പം മാത്രമല്ല, മറിച്ച് ബോധം, അതായത് കോൺഷ്യസ്നസ്, പിന്നെ ആനന്ദം, ബ്ലിസ്, ഇച്ഛാശക്തി, വിൽ, ജ്ഞാനശക്തി, നോളജ്, ക്രിയാശക്തി, ആക്ഷൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഒരേയൊരു യാഥാർത്ഥ്യം, അതാണ് ശിവൻ. അതായത് നമ്മളും ഈ കാണുന്നതൊന്നും അടിസ്ഥാനപരമായി ശിവനിൽ നിന്നും വേറെയല്ല എന്ന ആ ഒരു അദ്വൈത ചിന്ത. അതെ, കൃത്യമായി. അതാണ് കശ്മീർ ശൈവിസത്തിലെ അദ്വൈത ചിന്തയുടെ കാതൽ. സോമാനന്ദനാണ് ഈ ചിന്താധാരയ്ക്കൊരു ദാർശനിക രൂപവും ഒരു ഘടനയും നൽകിയ ആദ്യത്തെ പ്രധാന ആചാര്യനെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രത്യഭിജ്ഞാദർശനത്തിന്റെ സ്ഥാപകൻ എന്നുപോലും ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉത്പലദേവനാണ്. ഈ ഗ്രന്ഥത്തെ ഒരു പ്രകരണ ഗ്രന്ഥം എന്നും പറയുന്നുണ്ടല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റ് ശൈവഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് നല്ലൊരു പോയിന്റാണ്. പ്രകരണം എന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയം അല്ലെങ്കിൽ ഒരു ദർശനം അതിനെ യുക്തിയോടെ ഒരു ക്രമത്തിൽ മുഴുവനായിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമെന്നാണ്. ശരി. പല ശൈവഗ്രന്ഥങ്ങളും ആഗമങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടും. അവിടെ അനുഷ്ഠാനങ്ങൾക്കും സാധനങ്ങൾക്കുമൊക്കെ ആവും പ്രാധാന്യം. പക്ഷെ ശിവദൃഷ്ടി പോലുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ ദാർശനികമായ സംവാദങ്ങൾ, മറ്റു വാദങ്ങളെ ഖണ്ഡിക്കുക, അതെ, മറ്റ് ദർശനങ്ങളെ ഖണ്ഡിക്കുക, സ്വന്തം സിദ്ധാന്തം സ്ഥാപിക്കുക, ഇതിനൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്. സോമാനന്ദൻ ഇവിടെ അതാണ് ചെയ്യുന്നത്. ശൈവാദ്വൈത ദർശനത്തെ ഒരു കംപ്ലീറ്റ് ഫിലോസഫിക്കൽ സിസ്റ്റമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആമുഖത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: എല്ലാ ജീവജാലങ്ങളുടെയും സത്തയും സുത്തവും എന്താണോ സ്വയം പ്രകടമായി നിൽക്കുന്നത്, അത് ശിവൻ തന്നെയാണ്. ആഗ്രഹത്തിന്റെ തീരാത്ത പ്രവാഹമായും അറിവിന്റെയും പ്രവൃത്തിയുടെയും സ്വാഭാവികമായ ഒഴുക്കായും പരമാനന്ദമായും ബുദ്ധിയുടെ പ്രകാശമായും എല്ലായിടത്തും നിറഞ്ഞും ശിവൻ തന്നെ നിലകൊള്ളുന്നു.
ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ദർശനത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും ആ വരികൾ ശിവൻ എന്ന പരമയാഥാർത്ഥ്യം എത്രത്തോളം ഡൈനാമിക്കാണ്, എത്രത്തോളം സർവവും ഉൾക്കൊള്ളുന്നതാണ് എന്ന് കാണിക്കുന്നുണ്ട്. അത് വെറുമൊരു നിർഗുണ ബ്രഹ്മൻ സങ്കല്പം പോലെയല്ല, അല്ല, മറിച്ച് ഇച്ഛയും ജ്ഞാനവും ക്രിയയുമെല്ലാമായിട്ട് എപ്പോഴും ഇങ്ങനെ സ്ഫുരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് ഈ ദാർശനിക വിപ്ലവം എന്ന് പറയാവുന്ന ഇതെക്കുറിച്ച് സോമാനന്ദനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം, ഗുരുപരമ്പര, ഇതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ആമുഖത്തിൽ നിന്ന് കിട്ടുന്നത്? ശ്രീ സോമാനന്ദനാഥൻ, അദ്ദേഹം ഏകദേശം AD 9-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ, അപ്പോൾ ഒരു 875-925 കാലഘട്ടത്തിലാവാം കാശ്മീരിൽ ജീവിച്ചിരുന്നത്. ഒരു പണ്ഡിതൻ, ആചാര്യൻ. അദ്ദേഹം കാശ്മീർ ശൈവമതത്തിലെ ത്രയംബക സമ്പ്രദായം പിന്തുടർന്ന ആളാണ്. ഈ സമ്പ്രദായം ദുർവാസാവ് മഹർഷിയിൽ നിന്നാണ് തുടങ്ങിയതെന്നാണ് വിശ്വാസം. ഓഹോ. സോമാനന്ദൻ തന്നെ ഗ്രന്ഥത്തിലൊരിടത്ത് പറയുന്നുണ്ട്, ദുർവാസാവിൽ നിന്ന് തുടങ്ങിയ അദ്വൈത ശൈവ ഗുരുക്കന്മാരുടെ പരമ്പരയിലെ 15-ാമത്തെ മാനസപുത്രനാണ് താനെന്ന്. മാനസപുത്രൻ അതെന്താണ്? അതായത് നേരിട്ടുള്ള ശിഷ്യൻ എന്നതിനേക്കാൾ ആ ചിന്താധാര പിന്തുടരുന്ന, മനസ്സിൽ നിന്ന് ജനിച്ചതുപോലെയുള്ള ഒരു ശിഷ്യൻ, ഒരു ആത്മീയ പിൻഗാമി എന്നൊക്കെ പറയാം. ശരി ശരി. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നില്ല, ഒരു ലൗകിക ജീവിതം നയിച്ച ആളായിരുന്നു എന്നും സൂചനയുണ്ടല്ലോ. ഇത് അക്കാലത്ത് സാധാരണമായിരുന്നു ആചാര്യന്മാർക്കിടയിൽ. കശ്മീർ ശൈവ പാരമ്പര്യത്തിൽ അതൊരു പ്രത്യേകതയാണ്. ഗൃഹസ്ഥാശ്രമികളായ ധാരാളം ആചാര്യന്മാരുണ്ടായിരുന്നു. സോമാനന്ദനും ഒരു ഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹത്തിനൊരു ബ്രാഹ്മണ ഭാര്യയുണ്ടായിരുന്നു. അതിൽ സംഗമാദിത്യൻ എന്നൊരു മകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വസുഗുപ്തനും ഗൃഹസ്ഥനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സോമാനന്ദന്റെ നേരിട്ടുള്ള ഗുരുപരമ്പര തുടങ്ങുന്നത് ത്രയംബകാദിത്യൻ എന്ന ആദ്യത്തെ മാനസപുത്രനിൽ നിന്നാണ്. ശിവദൃഷ്ടിയല്ലാതെ സോമാനന്ദന്റെ മറ്റു കൃതികളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അദ്ദേഹത്തിന്റേതാണെന്ന് ഉറപ്പുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൃതി പരാത്രിശികാ വിവൃത്തിയാണ്. കേട്ടിട്ടുണ്ട്. അത് പരാശ്രിതശീകാഗന്ധ എന്ന മൂലഗ്രന്ഥത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. അഭിനവഗുപ്തന്റെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾക്കടിസ്ഥാനമായ ഒന്നാണ് ഈ കൃതി. വേറെ ചില ചെറിയ കൃതികളും അദ്ദേഹത്തിൻ്റേതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആധികാരികതയിൽ പണ്ഡിതർക്ക് ചില സംശയങ്ങളുണ്ട്. എന്തായാലും ശിവദൃഷ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മൗലികമായ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. ഇനി നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് വരാം. വൃത്തി എഴുതിയ ഉത്പലദേവൻ, സോമാനന്ദന്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ഉത്പലദേവന്റെ സ്ഥാനം കാശ്മീർ ശൈവിസത്തിൽ സോമാനന്ദനോളം തന്നെ വലുതാണ്. അദ്ദേഹം സോമാനന്ദന്റെ നേരിട്ടുള്ള ശിഷ്യൻ, ഉദയാകരന്റെ മകൻ. സോമാനന്ദൻ അടിത്തറയിട്ട ആ പ്രത്യഭിജ്ഞാ ദർശനത്തിന് ഏറ്റവും വ്യക്തവും ശക്തവുമായ രൂപം കൊടുത്തത് ഉത്പലദേവനാണ്. അദ്ദേഹത്തിന്റെ ഈശ്വര പ്രത്യഭിജ്ഞാകാരികയിലൂടെയല്ലേ? അതെ അതെ, ഈശ്വര പ്രത്യഭിജ്ഞാകാരിക. അതുപോലെ ശിവദൃഷ്ടിയിലെ ആശയങ്ങൾ ഒരുപക്ഷെ കുറച്ച് സങ്കീർണമായിട്ട് തോന്നിയേക്കാം എന്നതുകൊണ്ടായിരിക്കാം സാധാരണക്കാർക്ക് കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വൃത്തി, അതായത് ലളിതമായ വ്യാഖ്യാനം എഴുതിയത്. ഗുരുവിന്റെ ആശയങ്ങൾ ശിഷ്യൻ ലളിതമാക്കി കൊടുത്തു എന്നത് ഒരു രസമുള്ള കാര്യമാണല്ലോ. അപ്പൊ അക്കാലത്ത് പോലും സോമാനന്ദന്റെ ശൈലി കുറച്ച് ഗഹനമായിരുന്നിരിക്കുവോ? അതോ ഉത്പലദേവന്റെ ലക്ഷ്യം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നോ? ഒരു പക്ഷേ രണ്ടും ശരിയായിരിക്കാം. സോമാനന്ദന്റെ ശൈലി തീർച്ചയായും കുറച്ചു ഗഹനമാണ്. അദ്ദേഹം ഒരു ദാർശനിക സംവാദത്തിന്റെ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഉത്പലദേവൻ ആ ദർശനത്തിന്റെ കാതലൊട്ടും ചോർന്നു പോകാതെ അതിനെ കുറച്ചുകൂടി പ്രായോഗികമായ, സമീപിക്കാവുന്നൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയാം. പിന്നെ സ്വന്തം മകൻ വിഭ്രമാകരന്റെയും സഹപാഠി പത്മാനന്ദന്റെയും പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇത് എഴുതിയതെന്നും ഒരു പറച്ചിലുണ്ട്. ഓഹോ, വളരെ നന്നായി. അപ്പോ ഇനി നമുക്ക് ശിവദൃഷ്ടിയുടെ ഘടനയിലേക്ക് വരാം. 7 അധ്യായങ്ങൾ, ആഹ്നികങ്ങൾ എന്ന് പറയുന്നു. ഏകദേശം 700 ശ്ലോകങ്ങൾ, പ്രധാനമായും അനുഷ്ടുപ് ഛന്ദസ്സിൽ. ഈ ഘടന, പിന്നെ ഓരോ അധ്യായത്തിലെ ഉള്ളടക്കം, ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാമോ? തീർച്ചയായും. 7 ആഹ്നികങ്ങൾ, അതായത് 7 ദിവസത്തെ പഠനഭാഗങ്ങൾ എന്നൊരർത്ഥം അതിനുണ്ട്. ശരിയാണ്. ആഹ്നികം എന്ന വാക്ക് തന്നെ ഒരുപക്ഷെ ഇത് ദിവസവും പാരായണം ചെയ്യാനും മനനം ചെയ്യാനുമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടാവാം.
ശ്ലോകങ്ങളുടെ എണ്ണം ഓരോന്നിലും വ്യത്യാസമുണ്ട്. ചിലതിൽ 42, ചിലതിൽ 126 വരെയൊക്കെ കാണാം. പ്രധാനമായും അനുഷ്ടുപ്പ് എന്ന ഛന്ദസ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു സാധാരണ സംസ്കൃത ശ്ലോകരീതിയാണ്, താരതമ്യേന ലളിതമാണ്. ഒരുപക്ഷെ മനപ്പാടമാക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയായിരിക്കാം. ഓരോ ആഹ്നികത്തിലെയും വിഷയങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? ആമുഖത്തിൽ അതിനൊരു സംഗ്രഹമുണ്ടല്ലോ. ഉണ്ട്. ആദ്യത്തെ ആഹ്നികത്തിൽ പരമമായ യാഥാർത്ഥ്യമായ ശിവനിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കുന്നു. ഒരു സൃഷ്ടിപ്രക്രിയയുടെ ശൈവാദ്വൈത കാഴ്ചപ്പാട്. ഓക്കെ. രണ്ടാമത്തെ ആഹ്നികം വ്യാകരണ പണ്ഡിതന്മാരുടെ സിദ്ധാന്തങ്ങളെ ഖണ്ഡിക്കാനാണ്. പ്രത്യേകിച്ച് ഭർതൃഹരിയുടെ സ്ഫോടവാദം പോലുള്ളവ. അതായത് ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാദങ്ങൾ. ഭാഷയെക്കുറിച്ചുള്ള ചിന്തകൾ. അതെ, ഭാഷ എന്നത് വെറും യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ശിവന്റെ തന്നെ ക്രിയാശക്തിയുടെ ഭാഗമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ സോമാനന്ദൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദാർശനിക ഗ്രന്ഥത്തിൽ സ്വന്തം സിദ്ധാന്തം സ്ഥാപിക്കുന്നതിനു മുൻപ് മറ്റു വാദങ്ങളെ നേരിടേണ്ടത് ആവശ്യമാണല്ലോ. അപ്പൊ മൂന്നാമത്തെ അധ്യായത്തിലോ? മൂന്നാമത്തേതിൽ ശക്തി തത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ശാക്തേയർ, പിന്നെ ശിവനും ജീവനും എപ്പോഴും രണ്ടായി നിലനിൽക്കുന്നു എന്ന് വാദിക്കുന്ന ദ്വൈതശൈവർ. ശൈവരിൽ തന്നെയുള്ള ഭേദവാദം. അതെ, അതുപോലെ യോഗദർശനത്തിലെ ചില കാഴ്ചപ്പാടുകൾ. ഇവയൊക്കെയാണ് സോമാനന്ദൻ വിമർശിക്കുന്നത്. നാലാമത്തെ ആഹ്നികത്തിലാണ് അദ്ദേഹം തന്റെ അദ്വൈതവാദം ഏറ്റവും ശക്തമായി സ്ഥാപിക്കുന്നത്. അതിനുള്ള യുക്തികളും പ്രമാണങ്ങളുമൊക്കെ നിരത്തുന്നത് അവിടെയാണ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം ഒരു നിലമൊരുക്കൽ പോലെയാണ്. ഒരു തരത്തിൽ അതെ. തുടർന്നു വരുന്ന അഞ്ചാമത്തെ ആഹ്നികം ഈ അദ്വൈത ദർശനം കൂടുതൽ ഉറപ്പിക്കുകയാണ്. ലോകത്തിലെ എല്ലാ വൈവിധ്യങ്ങൾക്കും പിന്നിൽ, അറിയുന്ന ആളിലും സബ്ജക്റ്റ്, അറിയപ്പെടുന്ന വസ്തുവിലും ഓബ്ജക്റ്റ്, ഒരേ ഒരു ശിവചൈതന്യം തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നു. ആറാമത്തെ അധ്യായം മറ്റ് ദാർശനിക പദ്ധതികൾ. ഇപ്പോ ബുദ്ധമതത്തിലെ ക്ഷണികവാദം, ശൂന്യവാദം, ജൈനമതത്തിലെ അനേകാന്തവാദം, അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിലെ യുക്തിപരമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു, അവയെ ഖണ്ഡിക്കുന്നു. അവസാനത്തേതോ? ഏഴാമത്തേതോ? അവസാനത്തെ ഏഴാമത്തെ ആഗ്നികം യോഗസിദ്ധികളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പ്രവചനസിദ്ധികൾ, പിന്നെ അന്തിമമായ മോക്ഷം, അതിനു പിന്നിലുള്ള തത്വങ്ങൾ, ശിവനുമായി എങ്ങനെ താദാത്മ്യം പ്രാപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഒരു ദാർശനിക യാത്രയിലെ തടസ്സങ്ങളെ, അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള വിഘ്നങ്ങളെ അതിജീവിക്കാൻ ശിവന്റെ അനുഗ്രഹം തേടുന്ന ഒരു ശ്ലോകമുണ്ട്. അതെ അതെ. ആ തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തിയും ശിവൻ തന്നെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. താൻ പറയാൻ പോകുന്ന ഈ ഗഹനമായ ദർശനത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അത് പൂർണ്ണമായി വെളിപ്പെടുത്താനും കഴിയണം എന്നൊരു പ്രാർത്ഥനയോടെയാണ് തുടക്കം. കാരണം എല്ലാ ശക്തിയും, തടസ്സങ്ങളെ നീക്കാനുള്ള ശക്തി പോലും ശിവനിൽ നിന്നാണ് വരുന്നത് എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇനി നമുക്ക് ആ വീണ്ടെടുപ്പിന്റെ കഥയിലേക്ക് വരാം. ഇത് വായിച്ചപ്പോൾ ശരിക്കും ഒരു നാടകീയത തോന്നി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എങ്ങനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത കഥ പോലെയാണ്. കശ്മീർ ശൈവിസത്തിലെ ഇത്രയും അടിസ്ഥാനപരമായ ഒരു കൃതി, അതിന്റെ നല്ലൊരു കൈയെഴുത്തുപ്രതി കിട്ടാൻ പണ്ഡിതന്മാർക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നു. പണ്ഡിറ്റ് ജെ.സി. ചാറ്റർജിയെപ്പോലുള്ളവർ കശ്മീർ സർക്കാരിന്റെ ഗവേഷണ വിഭാഗത്തിനുവേണ്ടി ഏകദേശം 14 വർഷത്തോളം 14 വർഷം അതെ, കശ്മീരിലും പുറത്തുമൊക്കെ അന്വേഷിച്ചിട്ടും ശിവദൃഷ്ടിയുടെ ഒരു സമ്പൂർണമായ പ്രതി കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് മധുസൂദൻ കൗൾ ശാസ്ത്രി ഈ ആമുഖത്തിൽ പറയുന്നത്. അപ്പോ അതുവരെ ഈ ദർശനം പ്രധാനമായിട്ടും ഉൽപ്പലദേവന്റെയും അഭിനവഗുപ്തന്റെയുമൊക്കെ കൃതികളിലൂടെയാണോ നിലനിന്നു പോന്നത്? ഒരു പരിധിവരെ അതേന്ന് പറയാം. പക്ഷേ മൂലഗ്രന്ഥം കിട്ടാത്തതിന്റെ ഒരു കുറവ് എപ്പോഴും ഉണ്ടായിരുന്നു. ഒടുവിൽ 1920 കശ്മീർ ഗവേഷണ വിഭാഗം അവരുടെ കയ്യിലുള്ള കയ്യെഴുത്ത് പ്രതികളുടെ ഒരു വാർഷിക കാറ്റലോഗ് ഉണ്ടാക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ദൂരെ മദ്രാസിലെ ഗവൺമെന്റ് ഓറിയന്റൽ മാനസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയിൽ, ഇപ്പോഴത്തെ എഗ്മോർ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണത്, അവിടെ ശിവദൃഷ്ടിയുടെ ഒരു കയ്യെഴുത്തുപ്രതി ഉണ്ടെന്നുള്ള വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതും പക്ഷെ പൂർണ്ണമായിരുന്നില്ല അല്ലേ? വൃത്തി എന്ന വ്യാഖ്യാനമുണ്ടായിരുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണ്. മൂലഗ്രന്ഥം മാത്രമുള്ള ഒന്നായിരുന്നു അത്. അവരുടനെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടു, പകർപ്പെടുക്കാൻ അനുമതി വാങ്ങി അതിന്റെ ഒരു കോപ്പി കശ്മീരിലേക്ക് വരുത്തിച്ചു.
പക്ഷേ പ്രശ്നം അവിടെയും തീർന്നില്ല. അതെന്തായിരുന്നു? ഈ 1934 പതിപ്പ് തയ്യാറാക്കാൻ എഡിറ്റർക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റിയത് 2 കയ്യെഴുത്തു പ്രതികളാണ്. ഒന്ന് കശ്മീർ ലൈബ്രറിയിൽ തന്നെയുണ്ടായിരുന്ന ശാരദാ ലിപിയിലുള്ള ഒന്ന്. പഴയ കശ്മീരി ലിപി. ഓക്കെ. അത് വളരെ പഴകിയതായിരുന്നു, എലി കരണ്ടതായിരുന്നു, ഭാഗികമായിരുന്നു. 4ാമത്തെ ആഹ്നികം വരെ അതിലുണ്ടായിരുന്നുള്ളൂ. അയ്യോ. രണ്ടാമത്തത് ഈ മദ്രാസിൽ നിന്ന് പകർത്തിയെടുത്ത ദേവനാഗരി ലിപിയിലുള്ള പ്രതി. അതാണെങ്കിൽ അക്ഷരത്തെറ്റുകൾ നിറഞ്ഞതും പലയിടത്തും ഒരു വ്യക്തതയില്ലാത്തതുമായിരുന്നു. മോസ്റ്റ്ലി ഇൻകറക്റ്റ് എന്നാണ് എഡിറ്റർ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഈ 2 അപൂർണവും തെറ്റുകളുമുള്ളതുമായ പ്രതികളെ വെച്ചിട്ടാണ് എഡിറ്റർ ഈ പുസ്തകം തയ്യാറാക്കിയത്. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നിരിക്കണം. തീർച്ചയായും. ഇത് രണ്ടും താരതമ്യം ചെയ്ത് ഊഹിച്ച് മറ്റു ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ വെച്ചൊക്കെ ഒരുവിധം ശരിയാക്കാൻ നോക്കിയാണ് ഒരു പ്രസ് കോപ്പി ഉണ്ടാക്കിയത്. ഇത് 1924 പൂനെയിലെ ആര്യഭൂഷൺ പ്രസിൽ അച്ചടിക്കാൻ കൊടുത്തു. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. 1926 ആ പ്രസ്സിലൊരു വലിയ തീപിടുത്തമുണ്ടായി. എന്തൊരു കഷ്ടകാലം. അതെ. ആ തീപിടുത്തത്തിൽ അച്ചടിച്ചുകൊണ്ടിരുന്ന ശിവദൃഷ്ടിയുടെ ഭാഗങ്ങൾ മുഴുവനും കത്തിപ്പോയി. മുഴുവനും? അതെ. ഇത് പ്രസിദ്ധീകരണം വീണ്ടും വൈകാൻ കാരണമായി. ഏകദേശം ഒരു ദശാബ്ദത്തോളം. ഒടുവിൽ വീണ്ടും പ്രസ് കോപ്പി തയ്യാറാക്കി 1934 പണ്ഡിറ്റ് മധുസൂദൻ കൗൾ ശാസ്ത്രിക്ക് ഈ പതിപ്പ് പുറത്തിറക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും കടമ്പകൾ കടന്നാണ് ഈ ഗ്രന്ഥം നമ്മുടെ കയ്യിലെത്തിയത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുമ്പോൾ അക്കാലത്തെ അറിവ് കൈമാറുന്ന രീതിയുടെ ഒരു പരിമിതി കൂടിയല്ലേ ഇത് കാണിക്കുന്നത്? കയ്യെഴുത്ത് പ്രതികളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ ഒരു അപകടം. വളരെ ശരിയാണ്. അച്ചടി വ്യാപകമാകുന്നതിനു മുൻപ് അറിവിന്റെ സംരക്ഷണം എന്നത് വളരെ ദുർബലമായിരുന്നു. ഒരു കയ്യെഴുത്ത് പ്രതി നശിച്ചാൽ ചിലപ്പോൾ ആ അറിവ് തന്നെ പോയി എന്ന് വരാം. അതെ. ശിവദൃഷ്ടിയുടെ ഈ വീണ്ടെടുപ്പിന്റെ കഥ പണ്ഡിതന്മാരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും അതേസമയം അറിവ് എത്ര എളുപ്പത്തിൽ നഷ്ടപ്പെടാം എന്നതിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് കൗൾ ശാസ്ത്രി ആമുഖത്തിൽ പറയുന്നത്, നല്ല കയ്യെഴുത്ത് പ്രതികൾ കിട്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിലൊക്കെ ഈ അച്ചടിച്ച പതിപ്പിലും തെറ്റുകൾ ഉണ്ടാകാം, വായനക്കാർ ക്ഷമിക്കണമെന്ന്. മറ്റൊരു വലിയ നഷ്ടത്തെക്കുറിച്ചും എഡിറ്റർ പറയുന്നുണ്ട്. കശ്മീർ ശൈവിസത്തിലെ ഏറ്റവും വലിയ ആചാര്യൻ എന്ന് പറയാവുന്ന അഭിനവഗുപ്തൻ. അദ്ദേഹം ഈ ശിവദൃഷ്ടിക്ക് ശിവദൃഷ്ട്യാലോചന എന്ന പേരിലൊരു വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ കൃതി ഇന്ന് കിട്ടാനില്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷേ സോമാനന്ദന്റെ ദർശനം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു, അല്ലേ? തീർച്ചയായും. അഭിനവഗുപ്തന്റെ വ്യാഖ്യാനങ്ങൾ എപ്പോഴും ഒരുപാട് ആഴവും വ്യക്തതയും തരുന്നവയാണ്. അതിന്റെ അഭാവം നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. എന്നാലും ഉത്പലദേവന്റെ വൃത്തിയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ എന്നത് ഭാഗ്യം. അതെ. അപ്പോ കശ്മീർ ശൈവ തത്വചിന്തയ്ക്ക് ഒരു ദാർശനികമായ അടിത്തറ നൽകിയ, ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് നമുക്ക് മുന്നിലെത്തിയ അദ്വൈത ചിന്തയുടെ ആഴം കാണിച്ചു തരുന്ന ശിവദൃഷ്ടി എന്ന ഈ അമൂല്യ ഗ്രന്ഥം, അതിന്റെ കർത്താവ് സോമാനന്ദൻ, വ്യാഖ്യാതാവ് ഉത്പലദേവൻ, ഉള്ളടക്കം, ഘടന, വീണ്ടെടുപ്പിന്റെ കഥ, ഇതെല്ലാമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പ്രപഞ്ചത്തെ വെറുമൊരു ജഡവസ്തുക്കളുടെ കൂട്ടമായോ അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞ ഒന്നായോ കാണാതെ അതിനെ ശിവന്റെ തന്നെ ബോധപൂർവവും ആനന്ദപൂർണവുമായ ഒരു ലീലയായി, ഒരു കളിയായി കാണുന്ന ഒരു ദർശനമാണിത്. ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ സഹായിച്ചേക്കാം. ശരിയാണ്. ലഭ്യമായ ഭാഗങ്ങൾ വെച്ച് തന്നെ ഈ ദർശനത്തിന്റെ ഗഹനതയും അതിന്റെ ഒരു സൗന്ദര്യവും നമുക്കനുഭവിക്കാൻ പറ്റും. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. സോമാനന്ദൻ തന്റെ ഈ ദാർശനിക യാത്ര തുടങ്ങുന്നത് തന്നെ വിഘ്നങ്ങളെ, തടസ്സങ്ങളെ അതിജീവിക്കാൻ ശിവന്റെ ശക്തി തേടിക്കൊണ്ടാണ്. ആ തടസ്സങ്ങളും അതിനെ നീക്കാനുള്ള ശക്തിയും ശിവനിൽ നിന്ന് വേറെയല്ല എന്ന കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഈ ഒരു ചിന്തയുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, അതുപോലെ അവയെ മറികടക്കാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവ്, ഇവ രണ്ടിനെയും ഈ ശിവദൃഷ്ടിയിലെ ദർശനം പോലെ ഒരേ യാഥാർത്ഥ്യത്തിന്റെ 2 ഭാവങ്ങളായി കാണാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ സമീപനത്തിൽ എന്തു മാറ്റമായിരിക്കും വരുത്തുക? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.